പേരെന്നാ ചേച്ചി? പൂത്തറ. പൂത്തറ അല്ലേ? പൂത്തറ തിരുവനന്തപുരം. തിരുവനന്തപുരം പൂത്തറ താഴമ്പള്ളി മുതലപ്പുഴയുടെ അടുത്ത്. താഴമ്പള്ളി പൂത്തറ. പൂത്തറ 14-ാം വാർഡ്. അപ്പൊ ഇവിടെ മീൻ ഉണക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെ മീൻ ഉണക്കുന്നേ? അങ്ങനെയൊന്നുമല്ല, നമുക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സ്ത്രീകൾക്ക് ജോലിയൊന്നുമില്ല. പിന്നെ പുരുഷന്മാര് കടലിൽ എന്നും ഉള്ള പണിയൊന്നുമല്ല. ഇത് വല്ലപ്പോഴും കിട്ടും. നമ്മളാണ് ഇത് സ്ഥിരം നമുക്ക് വരുമാനമാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും യാത്രക്കാരൊക്കെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് മേടിക്കുമ്പോൾ 10,000 രൂപ വിൽക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെലവും നടക്കും, നമ്മളവിടെ ഇരിക്കും എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇതെന്നാ മീനാ ചേച്ചി? ഇത് വാള. ഇത് ഇങ്ങനെ മൂടിയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ പിച്ചാത്തേക്ക് ഇങ്ങനെ കീറി പച്ചമീൻ ഇങ്ങനെ കീറി അതിന്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് കഴുകി നമ്മൾ പെട്ടിയിൽ, ഇത് പെട്ടിയാണെന്ന് വെച്ചാൽ പെട്ടിയിൽ ഇങ്ങനെ അടുക്കിയിട്ട് ഇതിന്റെ പുറത്ത് ഉപ്പ് മറ്റു നമ്മൾ കറിയിലിടുന്ന ഉപ്പല്ല, അല്ലാതെ ഉപ്പുണ്ട്, മീൻ ഉണക്കാൻ വേണ്ടിയുള്ള ഉപ്പുണ്ട്, വേറെ ഉപ്പുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മീനെ പെട്ടിയിൽ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട് ഉപ്പ് കയറ്റും. ഉപ്പിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ കഴുകി മേലെ ടെറസിന്റെ മണ്ടയില് നമ്മള് വലയിടും. അടിയിൽ വല വരിക്കും. അതിന്റെ മേളില് മീൻ ഇട്ടിട്ട് അതിന്റെ പുറത്ത് നെറ്റ് പോലെ വല. അതുകൊണ്ട് അവിടെ കെട്ടിരിക്കുന്നുണ്ടോ മേളില്? മേളില് അങ്ങ് കയറി പോണം, ടെറസിന്റെ മണ്ടേക്ക് അങ്ങോട്ട് പോണല്ലേ. എന്നിട്ട് ഇതിന്റെ മുകളിൽ നെറ്റ് വേറെ ഇടും. നെറ്റ് വേറെ ഇടും. അപ്പോഴും കാക്കയോ പട്ടിയോ അങ്ങനെ ഒരു ഇഴ ജന്തുക്കളോ ഒന്നും പോകത്തില്ല. അപ്പൊ നമ്മളത് 1 മണി 2 മണിയൊക്കെ ആകുമ്പോ ഇത് തിരിച്ചു വെക്കും. ഇതിപ്പോ ഇവിടെ രാവിലെ ഇട്ടിട്ട് 2 മണിയൊക്കെ ആകുമ്പോ നമ്മളിങ്ങനെ തിരിച്ചു വെക്കും. തിരിച്ചു വെക്കുമ്പോ 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇത് ഉണങ്ങി, ഫുൾ ഉണങ്ങും. അതേപോലെ തന്നെ എല്ലാ മീനും. അപ്പൊ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുമോ? ഒരു ദിവസം 2 ദിവസമൊക്കെ പിടിക്കും. അയില ഉണങ്ങിയതാണ്. അയിലയാണെങ്കിൽ നമ്മളിത് മുഴുവനുള്ള അയിലയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ കീറിയിട്ട് ഇതിന്റെ വേസ്റ്റ് മൊത്തം കളയും. എന്നിട്ട് ഇതിനകത്ത് ശകലം നമ്മൾ ഇലയപ്പം പുഴുങ്ങുന്ന തൊട്ട് ശകലം ഉപ്പ് ഇതിനകത്ത് വെക്കും, തലയിലും ഇതിൽ. അപ്പൊ ഇതിനകത്ത് പുഴു കയറത്തില്ല. എന്നിട്ട് പെട്ടിയിൽ അടുക്കി 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ പൈപ്പ് വെള്ളമാണ് ഓസിട്ട് പെട്ടി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് ഇത് 2-3 വെള്ളത്തിൽ കഴുകി കൊട്ടയിൽ കോരി മേളിൽ കൊണ്ട് നിരത്തും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊക്കെ മരുമീനാണ്, നല്ല ഫ്രഷ് മീനാണ്. നല്ല ഫ്രഷ് ആയിട്ടല്ല ഇവരൊക്കെ ചെയ്യുന്നത് ശരിക്കും. അപ്പൊ ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഇങ്ങനെ തന്നെ അല്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഇങ്ങനെ ഇതിനകത്ത് കുറെ ഇതൊന്നും കളയത്തൊന്നുമില്ല, വേസ്റ്റ് ഒന്നും കളയത്തില്ല. ഞങ്ങൾ കണ്ണൂരുകാരാ. അത് വേറെ ഇവിടുന്ന് വരുന്നതല്ല. ഇത് നല്ല ഫ്രഷ് അല്ലേ? ഇത് നല്ല ഫ്രഷ് മീനാണ്. ഇത് നമ്മളെല്ലാം വൃത്തിയാക്കി നമുക്കും കഴിക്കാൻ വേണ്ടേ? അതെ, ഉപ്പൊക്കെ കുറച്ച് നമ്മൾ വൃത്തിയാണല്ലോ ഇത്, നല്ല വൃത്തിയോടെ. എന്റെ പേര് ആഗ്നസ് അല്ലേ? അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴി ഇത് പൂത്തറ. ഉണക്കമീൻ വാങ്ങണമെങ്കിൽ ഇവിടെ അടിപൊളി ഉണക്കമീൻ കിട്ടും കേട്ടോ. അത് നല്ല ഫ്രഷ് ആയിട്ട് ഇവര് എല്ലാം നല്ല വൃത്തിയോടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ, നമ്മുടെ അവിടുത്തെ കിട്ടുന്ന പോലെ നല്ല കൊഞ്ചെല്ലാം നല്ല വൃത്തിക്ക്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നല്ല വൃത്തി കേട്ടോ. ഇത് കണ്ടോ, നല്ല വൃത്തിയാണ്. ഇപ്പൊ കുറവല്ലേ? ഇത് പൊടിച്ച മീനല്ലേ? ഇത് ചെമ്മീൻ പൊടിയാണ്. ഇത് ചമ്മന്തിക്കൊക്കെ നല്ലതാണ്. ഇതെങ്ങനെയാ ചേച്ചി വില ഇതിന്? വാളയ്ക്ക് 3 എണ്ണം 100 രൂപ. ഇത് 3 കീറിയത് 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ 3 എണ്ണം. അയില 10-12 ഒക്കെ തരും. 100 രൂപയ്ക്കോ? 100 രൂപയ്ക്ക്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് കത്തിച്ചല്ലേ എടുക്കണത്? അതെ. നിങ്ങൾ വായിച്ച് ഇതിനകത്ത് ഇട്ടിരുന്നാ മതി, വണ്ടിയിലെ ഡോറില്. എന്താ വേണം മക്കളെ? വാള ഇത് 3 എണ്ണം 100 രൂപ മക്കളെ. വാള എടുക്കട്ടോ. കൊഞ്ചപ്പൊടി അത് കൊഞ്ച് വേണോ? എടുക്കട്ടോ. അത് ചിലവര് മാത്രം ഇങ്ങനെ വാങ്ങിക്കും. അല്ല, ഇത് ഇവിടെയുള്ളവരാ കേട്ടോ ഇത് വാങ്ങാത്തത്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഈ പൈസക്കാണെങ്കിൽ ആൾക്കാർ കൊത്തിപ്പറിച്ചോണ്ട് പോകും. കാരണം ചെറിയ പൈസയേ ഉള്ളൂ. ഈ അയലയ്ക്ക് തന്നെ ചെറിയ പൈസ ചേച്ചി. ഈ അയലക്കൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഭയങ്കര പൈസയാണ്. ഇപ്പോഴും മോനെ കടലില് മീനിന്റെ സീസൺ ആയതുകൊണ്ട് വില കുറച്ച് കിട്ടും. ഇത് നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ ആകുമ്പോഴത്തേന് കടലില് മീനൊന്നും കാണത്തില്ല. അന്നേരം വില കൂടും. ഈ
അയിലേക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു ബോക്സ് 25 കിലോ എന്ന് പറയുന്നത് അത് 2500 3000 രൂപ വരെ കൊടുക്കേണ്ടി വരും. അതെ അല്ലേ? കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ വാളയ്ക്കും അതേപോലെ തന്നെ ഭയങ്കര വിലയാണ്. 25 കിലോ എന്ന് പറയുന്നത് 2800 3000 രൂപ വരെ വന്നിട്ടുണ്ട് ഈ വർഷം. ഈ വർഷം ഈ കടലിലൊന്നും അധികം ജോലി ഇല്ലായിരുന്നല്ലോ, കുഴി മൂടി അടങ്ങിടുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടൊക്കെ വാളയ്ക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു. 2800 2900 3300 രൂപ. ഈ മറ്റേ തുണ്ടനൊക്കെ വരുന്ന അതൊക്കെ വേറെ അതെന്താ തുണ്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിയുള്ള മീന് അതൊന്നും നമ്മളൊന്നും ഉണക്കത്തൊന്നുമില്ല. അതില്ലല്ലേ? അത് വേറെ ആൾക്കാരല്ലേ? അത് വേറെ ഈ വിഴിഞ്ഞം പൂവാറ് അവരൊക്കെയാണ് കട്ട് ചെയ്തുള്ളത്. നമ്മൾ ഇതിങ്ങനെ വാള ഈ നൊത്തോലി ഈ ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ പരവയല്ലേ ഇത്? പരവ. ഈ പരവയ്ക്കൊക്കെ എത്ര പൈസ ചേച്ചി? ഇത് 100 രൂപയ്ക്ക് 15 ഒക്കെ തരും. അതെ അല്ലേ? ഇത് കിളിമീൻ. കിളിമീനല്ലേ? ചെങ്കലവ എന്ന് പറയും. കിളിമീനല്ലേ? എന്താ കൊഴിയാളൊക്കെ ഉണ്ടായിരിക്കുന്നത് കണ്ടാ? ഈ കൊഴിയാളയൊക്കെ കണ്ടാ നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ചേക്കണം. നല്ല വൃത്തിയാക്കിയല്ലേ? ഇതൊക്കെ എന്ത് കൈയൊക്കെ ആണെങ്കിൽ പൊട്ടി ചോര വരെ വരും വൃത്തിയാക്കി എടുക്കുമ്പോ. ഈ സൈഡെല്ലാം ആണെങ്കിൽ കീറിപ്പോവും. വാളയുടെ പല്ലുള്ളും ബ്ലഡ് അത്രയും പോവും. എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. നമ്മൾ ഒരു വരുമ്പോഴത്തേന് നമുക്ക് വല്ല തുച്ഛമായിട്ടുള്ള പൈസ കിട്ടുമല്ലോ. പക്ഷേ ഇവിടുന്ന് മീൻ കൊണ്ടുപോയിട്ടേ നമ്മുടെ അടുത്ത പോലെയുള്ള ടൗണുകളിലൊക്കെ വിൽക്കുന്നത് ഭയങ്കര പൈസക്കാ. ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ വന്ന് വില കുറച്ച് മീൻ. അവിടെ ഞാൻ ഹാർബറിൽ പോയി കേട്ടോ. ഹാർബറിൽ പോയപ്പോ അവര് പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മീൻ കയറ്റി വിടലുണ്ട് പോലും. മീൻ കയറ്റി വിടുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് എന്നാ പൈസയാ കിലോയ്ക്ക്? ഭയങ്കര പൈസയാ കിലോയ്ക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കണക്കിന്. ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചോണ്ട് പോകണം. നിങ്ങൾക്ക് അറിയുന്നവർ വാങ്ങിച്ചോണ്ട് പോകണം. ഇത് കേടില്ലാത്ത മീനാണ്, നിങ്ങൾക്ക് വിശ്വാസത്തോടെ കഴിയും. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ്. കാറിന്റെ ഡോറിൽ വെച്ചിരുന്നു. നമ്മളിപ്പോഴും പോവില്ല ചേച്ചി. നമ്മൾ കുറേ ഇതിപ്പം നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് കുറേ നാളായി. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല. ചേട്ടൻ മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. അവിടെ നിന്ന് അല്ലാതെ മീൻ വാങ്ങിക്കൊണ്ട് പോവാ അല്ലേ? ഹാർബറിൽ നിന്ന് ആൾക്കാർ ഈ ലോറിയൊക്കെ വന്ന് ഇത് മാർക്കറ്റിന് വേണ്ടി മീനെടുക്കും. ചെയ്ത് പല മാർക്കറ്റുകളിലും. ഓക്കെ ചേച്ചി, താങ്ക്സ് ചേച്ചി. അപ്പം പോവുക കേട്ടോ. നമ്മൾ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല, അറിയത്തില്ലാത്ത കൊണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ? സ്ഥലത്തിന്റെ പേരൊന്നുകൂടി പറയാ ചേച്ചി. പൂത്തറ. താഴമ്പള്ളി പൂത്തറ. അപ്പം താഴമ്പള്ളി ഇവിടെ പൂത്തറ എത്തുമ്പോൾ ഇവിടെ വേളാങ്കണ്ണി മാതാവിന്റെ കുരിശടി അതിന്റെ തൊട്ടടുത്താണ് ഞാനിരിക്കുന്നത്. പൂത്തറ. അപ്പൊ ഇതിലേക്ക് ആരെങ്കിലും പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ മറക്കരുത് കേട്ടോ. വാങ്ങുക, തീർച്ചയായിട്ടും വാങ്ങുക. ചേച്ചി നല്ല അടിപൊളിയാ കേട്ടോ. ചേച്ചി നല്ല വൃത്തിക്കൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ചിലവരുടെ അടുത്ത് കിട്ടുന്ന ഉണക്കമീൻ പോലെ അളിഞ്ഞു വിളിഞ്ഞൊന്നല്ല കേട്ടോ. നല്ല വൃത്തിയല്ല. ഓക്കെ ചേച്ചി, താങ്ക്സ് ചേച്ചി. ഓക്കെ.